ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ദാണ്ട ഈ ബോട്ടിൽ ആർട്ടാണ് ഇതേപോലെ അല്ലെങ്കിൽ കിടിലായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് ഉണ്ടാക്കാനായിട്ട് വന്നത്. വെറും പേപ്പറും നമ്മുടെ സാധാ പെയിൻറ്റും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എന്നത്തെയും പോലെ നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ, നമ്മുടെ കുപ്പിയാണ് മെയിനായിട്ടും വേണ്ടത്. അപ്പോൾ നമ്മൾ കുപ്പി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാർബോണ്ട് പീസ് എടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയുടെ അടിഭാഗത്ത് വെച്ചതിന് ശേഷം ഒരു സർക്കിൾ രൂപത്തിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബേസ് അവിടെ ആണ്. അപ്പം നമ്മളൊരു കാർഡ്ബോർഡ് എടുക്കുക. നമ്മുടെ കാർഡ്ബോർഡ് എന്തായാലും വീട്ടിൽ കാണുമല്ലോ, എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ മേടിച്ച് കാണുമല്ലോ. അപ്പോൾ അത് ഒരു പീസ് എടുക്കുക. എടുത്തതിന് ശേഷം പേന വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അത് സർക്കിളായിട്ട് രൂപത്തിൽ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു ഏകദേശം ഒരു ഇത് കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ കത്രി വെച്ച് കട്ട് ചെയ്ത് എടുക്കുക. കത്രി വെച്ച് ജസ്റ്റ് ഒരു സർക്കിൾ രൂപത്തിൽ കട്ട് ചെയ്ത് എടുക്കുക. അതിൻ്റെ അടിഭാഗത്ത് വെക്കാൻ വേണ്ടിയല്ലേ, അതൊരിക്കലും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് നമുക്കത് അത്ര പേടിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ അത് നല്ല വൃത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സർക്കിൾ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ നമുക്കൊരു 6 ഭാഗിക്കേണ്ടത്. 6 പാർട്ടാണ് വേണ്ടത്. അപ്പോൾ അതിന് സർക്കിളിന് കറക്റ്റായിട്ടുള്ളൊരു നൂല് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ സെൻറ്റിമീറ്റർ ഞാൻ അളന്ന് നോക്കുവാണ് എത്ര ഉണ്ടെന്ന്. ഇപ്പം 15ഉം അതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ ഒരു ഇത്തിരി ഉണ്ട്. ചെറിയ സ്കെയിലായതുകൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുന്നില്ല. ഒരു 17, ഏകദേശം ഒരു 2.85 ഒക്കെ വരും. നമ്മളിപ്പോൾ ഒരു 3 ഇട്ടൊക്കെ അങ്ങ് എടുക്കുക. 3 അല്ല, 2 ഒരു ഏകദേശം ഒരു ഇതിട്ടങ്ങ് എടുക്കുവാണ്. അപ്പം അങ്ങനെ 6 ഭാഗിച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് അങ്ങ് വിടുക. എന്നിട്ട് ഒരു ഭാഗത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു വരയും കൂടെ വരച്ചിടുക. ഓക്കെ, അപ്പോൾ അതോടെ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ പണി കഴിഞ്ഞങ്ങ് തീരും. അപ്പോൾ നമ്മളത് അത്രയും വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേപ്പർ എടുക്കുക. നമ്മുടെ മെയിൻ കഥാപാത്രമായ പേപ്പർ അങ്ങോട്ട് എടുത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യേണ്ടത്, നിവൃത്തി അങ്ങോട്ട് വെക്കുക. നിവൃത്തി അങ്ങോട്ട് വെച്ചതിന് ശേഷം നമ്മളൊരു ഏകദേശം ഒരു ലെവൽ എടുത്തതിന് ശേഷം നമ്മൾ അത് മടക്കി ആ ലെവലിന് തന്നെ ബാക്കിയുള്ള പീസുകളും കിട്ടാൻ വേണ്ടി ഇങ്ങനെ അങ്ങ് മടക്കി വെക്കുക. മടക്കിയതിന് ശേഷം കട്ട് ചെയ്തങ്ങ് എടുക്കുക. അപ്പോൾ നമുക്കൊരു 3 പീസാണ് ഇതിന് വേണ്ടത്. അപ്പം നമുക്കിത് മാക്സിമം ഒരു ന്യൂസ് പേപ്പറോളം ഫുള്ളും വേണ്ടി വരും നമുക്ക്. അപ്പോൾ ഇത് ഫുള്ളങ്ങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഒരേ ലെവലുള്ള കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തു. അതിലൊരു 3 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു 3 പീസ് എടുത്തതിന് ശേഷം നമ്മൾ ആ 3 പീസും നമ്മൾ കയ്യിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് തടവി കൊടുക്കുക. തടവല്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ പിടിച്ചങ്ങോട്ട് കൊടുക്കുക. അപ്പം ചുളുങ്ങി ഒരു രൂപത്തിൽ നമ്മൾ പിടിക്കുന്ന ഒരു രൂപത്തിൽ ആയിക്കിട്ടും. അപ്പോൾ 3 ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ 3 കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു ക്ലിപ്പോ അല്ലെങ്കിൽ ആരെ കൊണ്ട് പിടിച്ചാലും മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിപ്പം 3 കൂടെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം 3 കൂടെ വെച്ചതിന് ശേഷം അതിൻ്റെ തുമ്പ് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ആ 3 ഭാഗത്ത് വരുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് പിടിച്ചാലും മതി. എന്നിട്ട് നമ്മുടെ മുടി പിന്നത്തില്ലേ, പെണ്ണുങ്ങളുടെയൊക്കെ മുടി പിന്നുന്ന കണക്ക് നമ്മൾ ആ പേപ്പറൊന്ന് പിന്നി അങ്ങോട്ട് എടുക്കുക. വളരെ സിമ്പിളാണ്, വലിയ പ്രത്യേകിച്ച് ഇത് പഠിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് പിന്നി അങ്ങ് വിടുക. പെട്ടെന്ന് തന്നെ പിന്നി വിടാം. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ പിന്നി പോകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ബലവുമുണ്ട് ഈ പേപ്പറിന്. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവസാനം വരുമ്പോൾ ഈ 3 പീസ് ഇങ്ങനെ പിന്നെയും എക്സ്ട്രാ വരും. അപ്പോൾ നമുക്കിതിന് കുറച്ച് നീളമുള്ള പേപ്പർ വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 പശ തേച്ചതിന് ശേഷം ഇതേ കണക്കത്തുള്ള 3 പീസ് പേപ്പർ പിന്നെയും ജോയിൻ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, പിന്നി പോവുക. അങ്ങനെ നമുക്ക് കുറച്ച് അധികം നീളമുള്ള ഒരു പേപ്പറിൻ്റെ പീസ് നമുക്ക് വേണം. പിന്നെ അധികം നീളമില്ലാത്ത ഇപ്പോൾ ഒരു 3 പേപ്പർ വെച്ച് ഉണ്ടാക്കിയ കണക്കത്ത് ഒരു 6 പീസും ബാക്കി കുറച്ച് നീളമുള്ള ഒരു പീസും നമ്മൾ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് പിന്നിയൊന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ 2 ചെയ്ത് കഴിഞ്ഞു. അതേ കണക്കത്ത് ഒരു 6 പീസും അതേപോലെ തന്നെ കുറച്ച് നീളം അധികം 2-3 കുറച്ച് പേപ്പർ അധികത്തിൽ നമ്മൾ നീളത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ്ബോർഡിൽ വട്ടത്തിൽ മുറിച്ച് അതിലോട്ട് നമ്മൾ പശ തേച്ച് ആ 6 പീസും നമ്മുടെ ഈ സ്റ്റാറിൻ്റെ രൂപത്തിൽ നമ്മളങ്ങ് ഒട്ടിക്കുക. വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ആ പശ തേച്ചതിന് ശേഷം ഫെവിക്കോൾ തേച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി.
പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും. കാരണം ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ പേപ്പറുമായിട്ട് പെട്ടെന്ന് ഒട്ടും അത്. അപ്പോൾ നമുക്ക് 6 എണ്ണം ഒന്ന് പെട്ടെന്ന് ഒട്ടിക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു പീസ് ഏതെങ്കിലും ഒരു പേപ്പറുണ്ട്, ഇനി ഇന്നതൊന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു പേപ്പറിൻ്റെ നടുഭാഗത്തോട്ട് വെച്ച് കൊടുക്കുക, ജോയിൻ്റ് ചെയ്ത്. അതാണ് നീളം കൂടിയ പേപ്പർ വെക്കേണ്ടത്. നീളം കൂടി നമ്മൾ ചെയ്തില്ലേ അത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു കാർഡ്ബോർഡും കൂടെ വെച്ചിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി ഇരിക്കട്ടെ എന്ന് വെച്ച്. അപ്പോൾ അതും കൂടെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കുപ്പി വെക്കാനായിട്ട് ജസ്റ്റ് ഫെവിക്കോൾ തേക്കുക, എന്നിട്ട് ഒട്ടിച്ച് വെക്കുക. ഒരു ഇച്ചിരി സമയം കഴിയുമ്പോഴത്തേക്കും ആ കുപ്പി നല്ല രീതിയിൽ ഒട്ടി ഭംഗിയിലാവും. ഇനി നമ്മുടെ ഈ 6 ഇതളുകളുണ്ടല്ലോ, ഈ പേപ്പറുകൾ, അത് 6 മുകളിലോട്ടാക്കിയതിന് ശേഷം ആ നീളം കൂടിയ പേപ്പർ നമ്മളിങ്ങനെ മെടയണം. അത് മെടയേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരാം. എങ്ങനെയാണ് മെടയേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിടവിട്ട് ഒന്നാമത്തെ ലൈൻ അങ്ങ് പോവുക. രണ്ടാമത്തെ ലൈന് വരുമ്പോഴത്തേക്കും നമ്മൾ അടിയിലത്തെ ലൈനിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ അടിയിലത്തെ ലൈനിൽ ഇപ്പം പേപ്പർ മുകളിലാണ് പോകുന്നതെങ്കിൽ രണ്ടാമത്തെ ലൈൻ വരുമ്പോൾ ആ ഭാഗത്ത് മറ്റേ നിവർന്നു പോയ പേപ്പറിൻ്റെ അടിയിൽ കൂടെ വേണം പോകാൻ. അപ്പം ആദ്യത്തെ പേപ്പറിൻ്റെ മുകളിലൂടെ പോയെങ്കിൽ രണ്ടാമത്തെ പേപ്പർ വരുമ്പോഴത്തേക്കും ആ സെയിം പൊസിഷനിൽ അത് താന്ന് തന്നെ പോകണം. അപ്പോൾ നമ്മൾ അതേ കണക്ക് പിന്നി ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകൾ ഭാഗം മാത്രം ജസ്റ്റ് പൊങ്ങിയിരിപ്പുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അത് കട്ട് ചെയ്യാനൊന്നുമില്ല, നമ്മൾ കത്രിക എടുക്കുക, ആ വായ്ഭാഗം അത് ഫുള്ളങ്ങ് കത്രിക വെച്ചങ്ങ് കട്ട് ചെയ്തങ്ങ് കളയാം. കട്ട് ചെയ്തതിന് ശേഷം വലിയ പണിയൊന്നുമില്ല. നമ്മളത് ഫെവിക്കോൾ അങ്ങ് അറ്റത്തങ്ങോട്ട് തേച്ച് കൊടുക്കുക, എന്നിട്ട് അങ്ങോട്ട് തേച്ചങ്ങോട്ട് ഒട്ടിക്കുക. വലിയ പണിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഫുള്ളങ്ങ് കത്രിക വെച്ച് കട്ട് ചെയ്യുക, എന്നിട്ട് ഫെവിക്കോൾ സൈഡിലങ്ങ് തേച്ച് പിടിപ്പിക്കുക. വളരെ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിപ്പോൾ ആക്രിലിക് കളറാണ്. ഇതിപ്പം മെറൂണാണ്, മെറ്റാലിക് ഒരു മെറൂൺ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് അടിക്കാം. ഇതിപ്പോൾ എൻ്റെ ഇരുന്നത് ഈ ഒരു കളർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഈ കളർ തന്നെ അടിക്കുകയാണ്, വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നല്ല ഭംഗിയിൽ, കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ കിട്ടും. ഇങ്ങനെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ബോട്ടിൽ വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനിയിപ്പം പെയിൻറ്റ് അടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി കൂടും എന്ന് വിചാരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങളുടേതായ കലാ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് ആ പെയിൻറ്റൊക്കെ ഒന്ന് പെട്ടെന്ന് അടിച്ച് തീർക്കാം. അപ്പോൾ അടിക്കുമ്പം ജസ്റ്റ് ആദ്യം ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ അടിച്ചു വിടുക, എന്നിട്ട് പിന്നെ സ്ട്രെയിറ്റ് അടിച്ചു വിടുക. അപ്പോൾ നമ്മൾ ഫുള്ള് അടിച്ചു കഴിഞ്ഞു, ഫുള്ളും ആ കളറങ്ങ് അടിച്ചു കഴിഞ്ഞു. ഇടയ്ക്കൊക്കെ ചെറിയ ഗ്യാപ്പുണ്ട്, അതൊക്കെ ക്ഷമിക്കണം, പെയിൻ്റ് അടിച്ചതിന് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ നല്ല വൃത്തിക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം ഇതാണിത് ബോട്ടിലായിട്ട് ചെയ്യാം. വലിയ പണിയൊന്നും വന്നില്ല, ആകെ ഒരു പേപ്പറും വേണ്ടി വന്നു, പിന്നെ നിങ്ങളുടെ ഉള്ളൊരു പെയിൻറ്റും വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.